ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അൽഫോൺസ ജോർജ്. ഞാനൊരു ക്ലിനിക്കൽ നഴ്സ് സ്പെഷ്യലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ എൻ്റെ ചാനലിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്തിരുന്നു. നിങ്ങൾ എല്ലാവരും അത് കണ്ടു കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഡിമെൻഷ്യ എന്താണ്, അതിൻ്റെ കാരണം എന്താണ്, അതിൻ്റെ പൊതുവായ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ വ്യാപനം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചും, അതുപോലെ നമുക്ക് ഡിമെൻഷ്യയെക്കുറിച്ച് പല മിഥ്യാധാരണകളും ശരിയായ ധാരണകളുമുണ്ട്. അവയിൽ ചിലതിനെക്കുറിച്ചും ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ആദ്യം തന്നെ നമുക്ക് ഡിമെൻഷ്യ എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ മറവി രോഗം എന്താണെന്ന് നോക്കാം. ഇത് ഒരു ജനറൽ ടേമാണ്, അല്ലെങ്കിൽ ഒരു അംബ്രല്ല ടേമാണ്. കുറേ ബുദ്ധിമുട്ടുകൾ ഒരാൾക്ക് ഒന്നിച്ചു വരുന്ന ഒരവസ്ഥയ്ക്കാണ് നമ്മൾ ഡിമെൻഷ്യ എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, മനുഷ്യന് മാത്രമുള്ള കുറേ കഴിവുകളുണ്ടല്ലേ. നമുക്ക് ഓർമ്മിക്കാനുള്ള കഴിവ്, നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവ്, നമുക്ക് അപകടങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ്, ചിന്തിക്കാനുള്ള കഴിവ്, ലാംഗ്വേജ് യൂസ് ചെയ്യാനുള്ള കഴിവ്, പഠിക്കാനുള്ള കഴിവ്, കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കഴിവ്, ഇങ്ങനെയുള്ള ധാരാളം കഴിവുകൾ മനുഷ്യർക്ക് മാത്രമായിട്ടുള്ളതുണ്ട്. ഇങ്ങനെയുള്ള കഴിവുകൾക്കൊക്കെ ഒരു വൈകല്യം ഉണ്ടാകുന്ന ഒരവസ്ഥയ്ക്കാണ് നമ്മൾ ഡിമെൻഷ്യ എന്ന് പറയുന്നത്. ഇനി ഇതിനുള്ള കാരണം എന്താണെന്ന് നോക്കാം. നമുക്കറിയാം, ഡിമെൻഷ്യ എന്നത് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന ഒരസുഖമാണ്. തലച്ചോറിലെ ബ്രെയിൻ സെൽസിന് ഡാമേജ് ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു അബ്നോർമൽ പ്രോട്ടീൻ നമ്മുടെ ബ്രെയിനിൽ അടിഞ്ഞുകൂടുന്നത് മൂലമാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ആ അബ്നോർമൽ പ്രോട്ടീൻ്റെ പേരാണ് അമിലോയിഡ് പ്രോട്ടീൻസ്. ഈ അമിലോയിഡ് പ്രോട്ടീൻസ് നമ്മുടെ ബ്രെയിൻ സെൽസിൽ പ്ലേക്സ് ആയിട്ടും ടാങ്കിൾസ് ആയിട്ടും അടിഞ്ഞുകൂടുകയും നമ്മുടെ ന്യൂറോ ട്രാൻസ്മിഷനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ ബ്രെയിൻ സെൽസിനെ നശിപ്പിക്കുകയും അങ്ങനെ നമ്മുടെ ബ്രെയിൻ ചെറുതാകാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയാണ് ഡിമെൻഷ്യ ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ വ്യാപനം എങ്ങനെയാണെന്ന് നോക്കാം. 2021 WHO കണക്കനുസരിച്ച് ഏകദേശം 57 മില്യൺ ആളുകളിൽ ഡിമെൻഷ്യ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അൾസൈമേഴ്സ് ഡിസീസ് ഇൻ്റർനാഷണൽ, അല്ലെങ്കിൽ ADIയുടെ 2020 കണക്കനുസരിച്ച് 55 മില്യൺ ആളുകളിൽ ഡിമെൻഷ്യ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ തന്നെ കണക്കനുസരിച്ച് ഇത് 2030 ആകുമ്പോഴേക്കും 78 മില്യനും 2050 ആകുമ്പോഴേക്കും 139 മില്യനും ആകാൻ സാധ്യതയുണ്ടെന്നാണ്. അതുപോലെ തന്നെ എല്ലാ വർഷവും ഏകദേശം 10 മില്യൺ ന്യൂ കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. നമ്മുടെ ഇന്ത്യയിൽ തന്നെ 2021 കണക്കനുസരിച്ച് 41,69,684 ആളുകളിൽ ഡിമെൻഷ്യ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇതിനെക്കുറിച്ചുള്ള മിഥ്യാധാരണകൾ അല്ലെങ്കിൽ ശരിയായ ധാരണകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ നമുക്ക് 2 കാരണങ്ങൾ നോക്കാം. ആദ്യം നമുക്ക് എന്തൊക്കെയാണ് മിഥ്യാധാരണകൾ, ആ 2 മിഥ്യാധാരണകളെന്ന് നോക്കാം. ഒന്നാമതായിട്ട്, എല്ലാ മറവി രോഗങ്ങളും ഡിമെൻഷ്യയുടെ ഭാഗമായിട്ടുണ്ടാകുന്നതാണെന്നാണ് ചിലരെങ്കിലും പറയുന്നത്. അത് ശരിയായ ഒരു ധാരണയാണോ? ഒരിക്കലുമല്ല. നമുക്ക് കൺഫ്യൂഷനും ഓർമ്മക്കുറവും ഒക്കെ ഉണ്ടാകാൻ മറ്റു പല കാരണങ്ങളുമുണ്ട്. ഇൻഫെക്ഷൻസ്, ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, പല സർജറികൾ, നമുക്ക് പോസ്റ്റ് അനസ്തേഷ്യ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഓർമ്മക്കുറവ് അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ള വസ്തുക്കൾ മൂലം ഉണ്ടാകുന്ന കൺഫ്യൂഷൻ, ഓർമ്മക്കുറവുകളൊക്കെ പല തെറാപ്പി വഴിയും ട്രീറ്റ്മെൻറ്റ് വഴിയൊക്കെ നമുക്ക് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവന്ന് അവരുടെ കോഗ്നിറ്റീവ് ബേസ് ലൈനിലേ എത്തിക്കാൻ പറ്റുന്നതാണ്. ഒരാൾക്ക് എപ്പോഴാണ് ഡിമെൻഷ്യ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡിമെൻഷ്യയുടെ ഒരു ലക്ഷണങ്ങൾ കാണിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ഓർമ്മക്കുറവ്, നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവ് കുറവ്, നമ്മുടെ ചിന്തിക്കാനുള്ള കഴിവ് കുറവ്, നമ്മുടെ അപകടങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ് കുറവ്, ഇതൊക്കെ എപ്പോഴാണ് ഒരാളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കാൻ തുടങ്ങുന്നത്, ഇതൊക്കെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ അയാളുടെ ദൈനംദിന ജീവിതം ബുദ്ധിമുട്ടിലാക്കുന്ന ഒരവസ്ഥ എപ്പോഴാണ് ഉണ്ടാകുന്നത്, അപ്പോഴാണ് ആ വ്യക്തിക്ക് ഡിമെൻഷ്യ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടത്. ഇങ്ങനെ നമുക്ക് ആരെങ്കിലും കുറിച്ച് അങ്ങനെ ഒരു കൺസേൺ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കുകയും അസസ്മെൻറ്റ്, ഡയഗ്നോസും ഒക്കെ ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ്, തെറാപ്പിയൊക്കെ വഴി ആളെ പരിചരിക്കാൻ തുടങ്ങേണ്ടതാണ്. ഏർലി ഡയഗ്നോസിസ് ഈ ഡിമെൻഷ്യ കേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്നല്ലേ, ഡിമെൻഷ്യ എന്നത് ഒരു പ്രോഗ്രസീവ് ഡിസീസാണ്. ഡിമെൻഷ്യയുടെ സിംറ്റംസിൻ്റെ കാഠിന്യം എപ്പോഴും വർദ്ധിച്ചു വരികയുള്ളൂ, അതൊരിക്കലും കുറഞ്ഞു വരില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഏർലി ഡയഗ്നോസ് ചെയ്താൽ നമുക്ക് ആ വ്യക്തിക്ക് തെറാപ്പിയും ട്രീറ്റ്മെൻറ്റും പരിചരണവും ഒക്കെ കൃത്യസമയത്ത് കൊടുക്കാനും ആ പ്രോഗ്രഷനെ നമുക്ക് ഡിലേ ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു 1-2 വർഷം കൊണ്ട് പ്രോഗ്രസ് ചെയ്യുന്ന സിംറ്റംസിനെയൊക്കെ നമുക്കൊരു 2-3 വർഷം കൊണ്ട് പ്രോഗ്രസ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രയും നാളും കൂടെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ആ വ്യക്തിക്കൊരു
ക്വാളിറ്റി ഓഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഏർലി ഡയഗ്നോസിസ് ഡിമെൻഷ്യയുടെ കേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ രണ്ടാമതായിട്ട് ഉള്ള ഒരു മിഥ്യാധാരണ എന്ന് വെച്ചാൽ പ്രായമായവരിൽ മാത്രമാണ് ഡിമെൻഷ്യ കണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഒരു ഏജ് കൂടുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഡിമെൻഷ്യ, എല്ലാവർക്കും ഉണ്ടാകാറുണ്ട് എന്ന ഒരു കാര്യമാണ്. അങ്ങനെയല്ല, ഏജ് ഒരു റിസ്ക് ഫാക്ടർ തന്നെയാണ്, പക്ഷേ എല്ലാ പ്രായമായവരിലും ഡിമെൻഷ്യ ഉണ്ടാകാറില്ല. അതുപോലെ തന്നെ പ്രായമായവർക്ക് മാത്രമല്ല ഡിമെൻഷ്യ ഉണ്ടാകുന്നത്, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. യുവാക്കളിലും യുവതികളിലും ഒക്കെ ഡിമെൻഷ്യ ഡയഗ്നോസ് ചെയ്യപ്പെടാറുണ്ട്. ഈ 25, 30, 40 ഈ ഏജിലൊക്കെ ഡിമെൻഷ്യ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു വ്യത്യാസമുള്ളത്, നമ്മുടെ പ്രായമായവരിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റിനേക്കാളും കൂടുതലായിരിക്കും നമ്മുടെ യങ് ഓൺസെറ്റ് ഡിമെൻഷ്യ ഉള്ളവരിൽ. കാരണം അവരായിരിക്കും ആ ഫാമിലിയിൽ ഒരു ഏണിംഗ് മെമ്പർ ഉള്ളത്, അവരെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ഒത്തിരി പേരുണ്ടാവാം, അവർ സോഷ്യലി ആക്റ്റീവായിട്ടുള്ളവരായിരിക്കും. അപ്പോൾ അവരിലുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് പ്രായമായവരുണ്ടാകുന്നതിനേക്കാളും കൂടുതലായിരിക്കും. ഇനി ശരിയായ 2 ധാരണകളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ടുള്ളത്, നമ്മൾ പറയും ഓർമ്മക്കുറവാണ് ഡിമെൻഷ്യയുടെ ആദ്യത്തെ ലക്ഷണമെന്ന്. അത് വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. പഠനങ്ങളിൽ പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ ഹിപ്പോക്യാമ്പസ് എന്നൊരു ഏരിയ ഉണ്ട്. ആ ഏരിയയിലാണ് ആദ്യമായിട്ട് ഈ ഡിമെൻഷ്യ എഫക്റ്റ് ചെയ്യുന്നതാണ് എന്നാണ്. ഹിപ്പോക്യാമ്പസിൻ്റെ വൺ ഓഫ് ദ ഫങ്ഷൻസ് എന്ന് പറയുന്നത് മെമ്മറി ഫോർമേഷനാണ്, അല്ലെങ്കിൽ മെമ്മറിയാണ്. അപ്പോൾ ഈ ഹിപ്പോക്യാമ്പസിനെ ഡിമെൻഷ്യ ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു മെമ്മറി ഫോർമേഷൻ അവിടെ ബ്ലോക്ക് ചെയ്യുവാണ്. അപ്പോഴും നമ്മളിൽ പഴയ മെമ്മറികളെ ഉണ്ടാവുകയുള്ളൂ, പുതിയ മെമ്മറി ഫോർമേഷൻ നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഡിമെൻഷ്യ ഉള്ളവർക്ക് ലോങ് ടേം മെമ്മറിയാണുള്ളത്, ഷോർട്ട് ടേം മെമ്മറി കുറവായിരിക്കുമെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം. അപ്പോൾ മെമ്മറി ലോസാണ് ഫസ്റ്റ് സൈൻ ഓഫ് ഡിമെൻഷ്യ. പിന്നെ ഉള്ള ഒരു കാരണമെന്ന് പറയുന്നത്, നമ്മുടെ സഹായത്തോടു കൂടി ഡിമെൻഷ്യ രോഗികളിലുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും നമുക്ക് കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അത് വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്നാമത് നമ്മൾ ഡിമെൻഷ്യ നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ആ വ്യക്തിയെ നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. പിന്നെ ഇവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഞാൻ പറയാം. ഒരു വിത്ഡ്രോവൽ സിംറ്റം, അത് ഏർലി സ്റ്റേജ് ഓഫ് ഡിമെൻഷ്യയിലൊക്കെ അവർക്ക് തന്നെ തോന്നും ഞങ്ങൾക്കൊരു ഓർമ്മക്കുറവുണ്ട്. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അവർ പലതിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കും. പല ഫങ്ഷനുകളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും, പള്ളിയിലൊക്കെ പോകുന്നതിൽ നിന്നും, പല സ്ഥലങ്ങളിൽ പോകുന്നതിൽ നിന്നും, ആളുകളുമായിട്ട് സംസാരിക്കുന്നതിൽ നിന്നുമൊക്കെ ഒരു വിത്ഡ്രോവൽസ് അവർ കാണിക്കാൻ തുടങ്ങും. അപ്പം വിത്ഡ്രോവൽ എന്നുള്ളത് ഡിമെൻഷ്യയുടെ ഒരു സിംറ്റമല്ല, അവർക്ക് നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഒരാൾ അവരുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ അവരോടൊന്ന് പറഞ്ഞു കൊടുക്കുക, ഇന്ന ആളാണ് വരുന്നത്, ഇല്ലെങ്കിൽ പള്ളിയിൽ നമ്മൾ ഈ വഴിയാണ് പോകുന്നത്, നമ്മൾ ഇന്ന് ആണ് പള്ളിയിൽ പോകുന്നത്, നാളെ സൺഡേ ആണ് കേട്ടോ, നമ്മൾ പള്ളിയിൽ പോകണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളെ അവരുടെ മെമ്മറി ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ അവരുടെ ആ ഒരു വിത്ഡ്രോവൽ സിംറ്റം എന്ന ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ പെയിൻ പലപ്പോഴും അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല, ശരിയായ രീതിയിൽ വെർബലി എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. അവർ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് പല അജിറ്റേറ്റഡ് ബിഹേവിയറിലൂടെയോ ദേഷ്യത്തിൽ കൂടെയൊക്കെ ആയിരിക്കാം. അപ്പോഴും നമ്മളത് മനസ്സിലാക്കി, അവർക്ക് പെയിൻ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയാൽ, നമുക്ക് പെയിൻ മെഡിക്കേഷൻസ് കൊടുത്ത് അവരെ ഒന്ന് സെറ്റിലാക്കുമ്പോൾ അവരുടെ അഗ്രസീവ് ബിഹേവിയറും ആ സാഹചര്യങ്ങളും സിറ്റുവേഷനും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ആ ബുദ്ധിമുട്ടിൽ നിന്ന് അവരെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. അപ്പം നമ്മുടെ സമീപനവും നമ്മുടെ പരിചരണമൊക്കെ വഴി അവരുടെ പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഒഴിവാക്കാൻ കൊടുക്കാൻ പറ്റുമെന്നുള്ളതും സത്യമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിമെൻഷ്യയെക്കുറിച്ച് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇനിയും കൂടുതൽ കാര്യങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണുന്നത്.